പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാളയാർ ചുരം കടന്നു വരുന്ന കാറ്റ് എങ്ങോട്ടും പോകും എന്നും ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാകും. കിഴക്ക് നിന്ന് അടിക്കുന്ന കാറ്റ് നേരെ പടിഞ്ഞാറോട്ട് പോയി അറബിക്കടലിൽ ചെന്ന് ചേരുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷേ ചുരം കടന്നു വരുന്ന രാഷ്ട്രീയം തെക്ക് പാറശാല വരെയും വടക്ക് മഞ്ചേശ്വരം വരെയും ചുറ്റിത്തിരിയുന്നതാണ് നമ്മുടെ നാട്ടിലെ പതിവ്. ആ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് AK ഗോപാലനും EK നായനാരുമൊക്കെ പാലക്കാട്ട് നിലയുറപ്പിച്ച് കേരള രാഷ്ട്രീയം ഉഴുത് മറിച്ചു കളഞ്ഞത്. കരിമ്പനകളുടെ നാട് ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? AKG 1971 മത്സരിച്ച് ജയിച്ച് അരനൂറ്റാണ്ട് കഴിഞ്ഞാണ് മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗം പാലക്കാട്ട് മത്സരിക്കാൻ എത്തുന്നത്. തുടർ വിജയമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് മത്സരം കടുപ്പിക്കുകയാണ് BJP. പാലക്കാട്ടെ കാഴ്ചകളിൽ അവിടെ കുറച്ച് കടുക്കും. പാലക്കാട് ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാൽഘാട്ട് ജംഗ്ഷൻ നമ്മുടെ സങ്കല്പത്തിലുള്ള കേരളം കാണുന്നത് പാലക്കാട്. ആകെ 17 തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട് ഈ മണ്ഡലം. അതിൽ 11 തവണയും ജയിച്ചത് LDF ആണ്, 6 തവണ UDF-ഉം. പക്ഷെ കഴിഞ്ഞ തവണ ശരിക്കും ഞെട്ടിച്ചു. MP രാജേഷ് പരാജയപ്പെടുമെന്ന് പാർട്ടിക്കാർ പോലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഒരു പാട്ടൊക്കെ ഇറക്കിയത്. പക്ഷേ തോറ്റു. അങ്ങനെ VK ശ്രീകണ്ഠൻ പാലക്കാടിൻ്റെ MP ആയി. അതുകൊണ്ട് MP രാജേഷ് മന്ത്രിയുമായി. ഇനി നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഇടത്തും LDF ആണ്, 2ഇടത്ത് മാത്രമാണ് UDF സാന്നിധ്യമുള്ളത്. പട്ടാമ്പിയും ഷൊർണൂരും ഒറ്റപ്പാലവും കോങ്ങാടും മലമ്പുഴയുമെല്ലാം LDF-ന്റെ കുത്തക മണ്ഡലങ്ങളാണ്. മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് UDF-ന് ആശ്വാസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ 2 മണ്ഡലങ്ങളിലെ വോട്ടുകൊണ്ടാണ് മറ്റു മണ്ഡലങ്ങളിലെ LDF ആധിപത്യത്തെ VK ശ്രീകണ്ഠൻ മറികടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് LDF 3ാമതുമായിരുന്നു. നല്ല ഇടതുപക്ഷ സ്വാധീനമുള്ളൊരു പാർലമെൻറ്റ് നിയോജകമണ്ഡലമാണ്. എല്ലാ അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലും ആ പ്രവർത്തനം പൂർത്തീകരിച്ച് ചെറിയ കുടുംബ സദസ്സുകളിലേക്കുള്ള വീട്ടുമുറ്റ സദസ്സുകളിലേക്കുള്ള സന്ദർശന പരിപാടി. നിയമസഭാ മണ്ഡലങ്ങളിലെ LDF മുൻതൂക്കങ്ങളിലൊന്നും UDF-ന് ആശങ്കയില്ല. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ദേശീയതലത്തിൽ കോൺഗ്രസിനാണ് കൂടുതൽ സാധ്യതയെന്ന തിരിച്ചറിവ് ജനത്തിനുണ്ടെന്നും സിറ്റിംഗ് MP VK ശ്രീകണ്ഠൻ. പോയ 5 വർഷത്തെ പ്രവർത്തന മികവും തുണയാകും. ഇപ്പോഴത്തെ സാഹചര്യം എന്താ പറയുക, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 7 അസംബ്ലിയിലും UDF മുന്നിൽ നിൽക്കുന്നുള്ളൊരു സാഹചര്യം അപ്പം നിലവിലുണ്ട്. അത് ഇതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ജനങ്ങളുടെ മുകളിൽ ദുരിതം കെട്ടിവെച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ വോട്ടെണ്ണത്തിൽ നന്നേ പുറകിലാണ് BJP. പക്ഷേ ഇത്തവണ സാഹചര്യം മാറുമെന്നാണ് ആത്മവിശ്വാസം. പ്രധാനമന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ പ്രചാരണത്തിനായി എത്തുന്ന മണ്ഡലവുമാണ്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടേത്. കാരണം മോദി സർക്കാരിൻ്റെ പദ്ധതികൾ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ലഭിച്ചതിൻ്റെ അനുകൂലമായിട്ടുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അവർക്ക് വ്യക്തമായിട്ട് ആരാണ് അവർക്ക് ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും നൽകുന്നതെന്ന് അവർ മനസ്സിലാക്കി ഇങ്ങോട്ട് പറയുന്ന ഇതിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കർഷക പ്രശ്നങ്ങളും വന്യജീവി ആക്രമണങ്ങളും ചർച്ചയായ മണ്ഡലത്തിൽ കാറ്റ് ഏതു വഴിക്കും വീശാം എന്നതാണ് സ്ഥിതി. ഒരു ത്രികോണ പോരാട്ടമാണ് പാലക്കാടെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ BJP പിടിക്കുന്ന ഓരോ വോട്ടും ആരുടെ പെട്ടിയിൽ എന്നത് നിർണായകമാകും. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കട്ടെ. അടുത്ത ലാപ്പിൽ കാണാം.